നമസ്കാരം, എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ ദത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് സെഷനാണ്. എന്നിട്ട് നമുക്ക് നേരെ ആ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാത്സിനകത്തൊരു റിവിഷൻ സെഷൻ നടത്തിയിരുന്നു. അതിൽ നിന്ന് ക്ലോക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചോദിച്ചു. പല ക്വസ്റ്റ്യൻസും വർക്ക് ഓൺ ടൈമിൻ്റെ ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചു. പല ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു വന്ന മോഡലിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കതരം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് കോഡിങ് ആൻഡ് ഡീകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. കോഡിങ്ങിനകത്ത് ഒരു 3 ലെറ്റേഴ്സിൻ്റെ കോഡ് തന്നിട്ട് 4ാമത്തെ ലെറ്റർ ആയിരുന്നു ചോദിച്ചത്, അല്ലേ? ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബുക്കിനകത്തോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ എക്സാം എഴുതിയ പേപ്പറിനകത്തോട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലെറ്റേഴ്സ് അങ്ങ് എഴുതി വെക്കണം. ABCDEF അങ്ങനെ എപ്പോൾ കോഡിങ് വന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോഡിങ് വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് എഴുതി വെക്കണം. A മുതൽ Z വരെ എഴുതി വെക്കണം. എന്നിട്ട് Aക്ക് 1, Bക്ക് 2, Cക്ക് 3, Dക്ക് 4 എന്ന് പറഞ്ഞ് വില കൊടുക്കണം. നിങ്ങളുടെ ആദ്യത്തെ പ്രൊസീജിയർ ഇതായിരിക്കണമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ ഓരോ ലെറ്റേഴ്സിൻ്റെ വിലയെന്ന് നോക്കുക. WFB അല്ലേ? ഓക്കെ, ഞാൻ Aക്ക് 1, Bക്ക് 2, Cക്ക് 3 പറഞ്ഞ് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ W എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാണ്? 23. അന്നേരം Wൻ്റെ താഴെ എഴുതുക. W എന്ന് പറഞ്ഞാൽ 23 ഓക്കെ, അടുത്ത ഏതാ? F ആണ്. എന്നാൽ എഫിൻ്റെ വില എത്ര? 6 എഫിൻ്റെ വില 6 മാർക്ക് ചെയ്യാം. അടുത്ത ഏതാ? B ആണ്. ബിയുടെ വില എത്ര? 2. ഓക്കെ, അത് എഴുതി വെച്ചു. 23 6 2 വേണം അതിൻ്റെ വില. പിന്നെ നമുക്ക് ആലോചിക്കാം, വില എഴുതി വെക്കാം. അടുത്ത എത്ര? T ആണ്. ടിയുടെ വില എത്ര? 20. അത് എഴുതി വെക്കുക. ടിയുടെ വില എന്ന് പറഞ്ഞാൽ 20. അടുത്ത എത്ര? G ആണ്. ജിയുടെ വില എത്ര? 7. ജിയുടെ വില എഴുതി. ഡിയുടെ വില എത്ര? 4. അതും എഴുതി. ക്ലിയർ ആണ്? ഇനി അടുത്ത QHG. ക്യൂയിലോട്ട് പോകുമ്പോൾ ക്യൂവിൻ്റെ വില എത്ര? 17. ക്യൂവിൻ്റെ വില എഴുതി. അടുത്ത ഏതാ? എച്ചിൻ്റെ വില എത്ര? 8. എച്ചിൻ്റെ വില 8 എഴുതി. ജിയുടെ വില എത്ര? 7. ഓക്കെ, എല്ലാ വിലയും എഴുതിയല്ലോ. ഇനി നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ഒന്ന് വായിക്കുക. ഇവിടെ 23, ഇവിടെ എത്ര? 20, ഇവിടെ എത്ര? 17. അന്നേരം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ 23 ആണ്, ഇവിടെ 20 ആണ്, ഇവിടെ 17 ആണ്. അന്നേരം 23ഉം 20ഉം 17ഉം വരുമെന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിയേ. 23ൽ നിന്ന് 3 കുറച്ചാലല്ലേ 20. അതുപോലെ 20ൽ നിന്ന് 3 കുറച്ചാൽ കഴിഞ്ഞാലേ 17 കിട്ടുമോ? 23ൽ നിന്ന് 3 കുറച്ചാൽ 20 കിട്ടും. 20ൽ നിന്ന് 3 കുറച്ചാൽ 17 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത വരേണ്ടത് 17ൽ നിന്ന് 3 കുറച്ചല്ലേ വരണ്ടേ? സോ 17ൽ നിന്ന് 3 കുറച്ചാൽ എത്ര വരണ്ടേ? 14 വരണ്ടേ? 14 വരും. അങ്ങനെയാണെങ്കിൽ 14ാമത്തെ ലെറ്റർ നോക്കുക. 14ാമത്തെ ലെറ്റർ ഏതാ? N ആണ്. സോ ഒരു കാര്യം ഉറപ്പായി, തുടക്കം N ആണെന്ന് മനസ്സിലായി. തുടക്കം N ആണെങ്കിൽ ഓപ്ഷൻസ് നോക്കിക്കോ. ഏതൊക്കെയാ? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തുടങ്ങുന്നത് Nൽ തന്നെയാണ്. അന്നേരം അതവിടെ നിൽക്കട്ടെ. അന്നേരം അത് വേണ്ട. അത് നമുക്കത് ഓപ്ഷൻ എയും ബിയും വേണം. ബാക്കിയുള്ള രണ്ടും വേണ്ടല്ലോ. സിയും ഡിയും വേണ്ടല്ലോ. കാരണം അത് തുടങ്ങുന്ന ഓയിലും അല്ലേ തുടങ്ങുന്നത്. അന്നേരം അത് വേണ്ട. നമുക്ക് എയും ബിയും മാത്രം നോക്കിയാൽ മതി. N തുടങ്ങണം. അത് ക്ലിയർ ആയേ? ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക്, ഓപ്ഷനിലോട്ട് ഒന്നുകൂടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഐയും ഇവിടെ ഐയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ലെറ്റർ നമ്മൾ നോക്കണ്ട. കാരണം അത് ഐ തന്നെ ആയിരിക്കും. കാരണം ഇവിടെ 6, ഇവിടെ 7, ഇവിടെ 8 ആണെങ്കിൽ അടുത്ത വരേണ്ട 9 ആണ് വരേണ്ടത്. ഇതാ നോക്കി, ഇവിടെ 6 ആണ്, ഇവിടെ 7 ആണ്, ഇവിടെ 8 ആണെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ നോക്കുമ്പോൾ അടുത്ത വരേണ്ട 9 ആണ്. ഒരു 9 എന്ന് പറഞ്ഞാൽ 9ാമത്തെ ലെറ്റർ ഐ തന്നെയാണ്. സോ അങ്ങനെ ചെയ്തു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഓപ്ഷൻസിനകത്ത് ഐ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഐ ആയിരിക്കും. 4 ഓപ്ഷൻസിനകത്തും ഐ ആയിരുന്നു. ഐ ആണ്. ഇനി വേണ്ടത് 3ാമത്തെയാണ്. അന്നേരം 3ാമത്തെ ലെറ്റർ നോക്കാം. ഇവിടെ എത്ര? 2 ആണ് 3ാമത്തെ ലെറ്റർ. ഇവിടെ എത്ര? 4 ആണ്. ഇവിടെ എത്ര? 7 ആണ്. ശരിയല്ലേ? 3ാമത്തെ ലെറ്റർ നോക്കുക. അന്നേരം 2 ആണ്. അന്നേരം 2ൽ നിന്ന് 4ലോട്ട് കിട്ടാൻ വേണ്ടി എന്താ ചെയ്തേ? 2ൽ നിന്ന് 4ലോട്ട് കിട്ടാൻ വേണ്ടി 2 കൂട്ടിയാൽ മതി. 2 കൂട്ടി. അടുത്ത 4ൽ നിന്ന് എത്ര കിട്ടിയേ? 7 കിട്ടിയേ. 4ൽ നിന്ന് 7 കിട്ടാൻ വേണ്ടി 3 കൂട്ടിയേ. ഓക്കെ, അന്നേരം ഒരു വ്യത്യാസമുണ്ട്. ആദ്യം കൂട്ടിയത് 2 ആണ്, രണ്ടാമത് കൂട്ടിയത് 3 ആണ്. ഒന്ന് പറഞ്ഞു നോക്ക്. ആദ്യം 2 കൂട്ടി, രണ്ടാമത് 3 കൂട്ടിയെങ്കിൽ അടുത്ത കൂട്ടേണ്ട എത്ര ആയിരിക്കും? അടുത്ത കൂട്ടേണ്ടതെന്ന് പറഞ്ഞാൽ 2ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 4 കിട്ടി. 4ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 7 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത കൂട്ടേണ്ടത് 2ഉം 3ഉം കഴിഞ്ഞാൽ പിന്നെ കൂട്ടേണ്ടത് 4 ആണ് കൂട്ടേണ്ടത്. അങ്ങനെ 4 കൂട്ടുമ്പോൾ 7ൻ്റെ കൂടെ 4 കൂട്ടുമ്പം 11 കിട്ടും. സോ 11ാമത്തെ ലെറ്റർ നോക്കുക. 11ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ K ആണ്. എന്നൊരു ഓപ്ഷൻ NIK എന്ന് പറഞ്ഞ് കിട്ടണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ? ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ NIK ആണ്. സോ ആൻസർ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ക്ലിയർ ആണേ? ഇവിടെ 10ാമത്തെ ലെറ്റർ J എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. അത് എഴുതരുത്. ആ 10 എങ്ങനെ കിട്ടും? 10 കിട്ടണമെങ്കിൽ ഇവിടെ 7ൻ്റെ കൂടെ 3 കൂട്ടണ്ടേ? പക്ഷേ ഇവിടെ ആ തുടക്കത്തിൽ കൂട്ടിയത് 2 അല്ലേ? അങ്ങനെ ഒരു ഓർഡർ കിട്ടില്ല. ആദ്യം 2, അതാണ്ട് ഇവിടെ 2ൻ്റെ കൂടെ 2 കൂട്ടിയ 4,
4ൻ്റെ കൂടെ 3 കൂട്ടിയ 7ാമത്തെ ലെറ്റർ, പിന്നെ 7ൻ്റെ കൂടെ 4 കൂട്ടിയാലല്ലേ 11 കിട്ടൂ. സോ 11ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ കെ ആണ്. ആൻസർ ഇസ് ഈക്വൽ ടു NIK എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും, എ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ. രണ്ടാമത്തെ ചോദ്യം ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം എഴുതാം. 5, 16, 51, 158 ഈ ശ്രേണിയിലെ അടുത്ത പദമല്ലേ ചോദിച്ചേ. ഈ ശ്രേണി കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശ്രേണിയിലെ നമ്പേഴ്സ് ഒന്നും അടുത്തടുത്ത നമ്പേഴ്സ് അല്ല. 5 കഴിഞ്ഞാൽ പിന്നെ 16, 16 കഴിഞ്ഞാൽ പിന്നെ 51, 51 കഴിഞ്ഞാൽ പിന്നെ 158. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടേണ്ടതെല്ലാം 400 സംതിങ്. അന്നേരം ഈ നമ്പറുകളൊന്നും അടുത്തടുത്തല്ല എന്ന് മനസ്സിലായി. അടുത്തടുത്ത നമ്പേഴ്സ് അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇത് ഡിഫറൻസിൻ്റെ സീരീസ് അല്ല. അന്നേരം ഈ അടുത്തടുത്ത നമ്പേഴ്സിൻ്റെ വ്യത്യാസം തമ്മിൽ ബന്ധം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതല്ല, അന്നേരം ഡിഫറൻസിൻ്റെ സീരീസ് അല്ല. ഡിഫറൻസിൻ്റെ സീരീസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് സ്ക്വയറിൻ്റെയോ ക്യൂബിൻ്റെയോ പാറ്റേൺസിൻ്റെയോ സീരീസ് ആണെന്ന് നോക്കണം. സ്ക്വയറുമായിട്ടൊന്നും ഒരു ബന്ധം കിട്ടില്ല, ക്യൂബുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം കിട്ടില്ല. അന്നേരം പിന്നെ നിങ്ങൾ നോക്കേണ്ടത് പാറ്റേൺ ഫോം ചെയ്യണം. പാറ്റേൺ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്പർ 5 എഴുതണം. 5നെ ഏതെങ്കിലും രീതിയിൽ ഫോം ചെയ്യുമ്പം 16 കിട്ടുമെന്ന് നോക്കണം. 5നെ ഫോം ചെയ്യുമ്പോൾ 16 കിട്ടണം. ഇങ്ങനെ 5നെ ഫോം ചെയ്യുമ്പോൾ 16 കിട്ടണം, 16നെ ഫോം ചെയ്യുമ്പോൾ 51 കിട്ടണം, 51നെ ഫോം ചെയ്യുമ്പോൾ 150 കിട്ടണം, 158 കിട്ടണം. അങ്ങനെ ഓരോ നമ്പരും ഫോം ചെയ്യണം. എങ്ങനെ ഫോം ചെയ്യണം? 5ൽ നിന്ന് 16 കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് പറയാം? 5ൽ നിന്ന് 16 കിട്ടത്തില്ല, പക്ഷെ 5നെ കൊണ്ട് 3 ഗുണിച്ചാൽ 15 കിട്ടുമെന്ന് അറിയാം. അത് പറയാമല്ലോ, അതങ്ങ് പറയണം. പെട്ടെന്നത് സ്ട്രൈക്ക് ആവും. 5ൽ നിന്ന് 16 കിട്ടാൻ വേണ്ടി 5നെ കൊണ്ട് 3 ഗുണിച്ചാൽ 15 കിട്ടും. എന്നാൽ ഒന്ന് പറഞ്ഞേ, 5നെ കൊണ്ട് 3 ഗുണിച്ചാൽ 15 കിട്ടിയല്ലോ. 15ൽ നിന്ന് 16 കിട്ടാൻ വേണ്ടി ഒരു 1 കൂട്ടിയാൽ പോരെ. ഇതാ ഇങ്ങനെ എഴുതും. 5നെ കൊണ്ട് 3 ഗുണിച്ചപ്പോൾ 15 കിട്ടി, 15ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 16 കിട്ടി. അങ്ങനെയാണെങ്കിൽ 5ൽ നിന്ന് 16 കിട്ടിയല്ലോ. 5ൽ നിന്ന് നമുക്ക് 16 കിട്ടി. എന്നാൽ ഇനി എന്താ വേണ്ടേ? 16ൽ നിന്ന് നമുക്ക് എത്ര വേണം? 51 കിട്ടണം. അടുത്ത നമ്പർ 16ൽ നിന്ന് 51 കിട്ടണം. സോ 16നെയും ഇതുപോലെ നമുക്ക് ഗുണിച്ച് നോക്കുമ്പം ഈ 3 കൊണ്ട് തന്നെ ഒന്ന് ഗുണിച്ച് നോക്കുമ്പം 16 ഗുണം 3, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചുകൊണ്ട് നമുക്ക് താഴെ ഒരു 3 ഇട്ട് നോക്കാം. അങ്ങനെ ഗുണിക്കുമ്പോൾ 16നെ കൊണ്ട് 3 ഗുണിച്ചാൽ 48 കിട്ടും. 16 ഗുണം 3 48ആണ്. ആ 48ൽ നിന്ന് 51 കിട്ടാൻ വേണ്ടി എത്ര കൂട്ടണം? 48ൻ്റെ കൂടെ 3 കൂട്ടിയാലല്ലേ 58. സോ 16 ഗുണം 3 48, 48ൻ്റെ കൂടെ 3 കൂടെ കൂട്ടി എത്ര കിട്ടി? 51 കൂടെ കിട്ടി. അതുകൂടെ കിട്ടി. ശരിയായേ? ഒരു 5ൽ നിന്ന് നമുക്ക് 16 കിട്ടി, 16ൽ നിന്ന് നമുക്ക് 51 കിട്ടി. എന്നാൽ പിന്നെ അടുത്ത എന്തായിരിക്കണം? 51ൽ നിന്ന് നമുക്ക് എത്ര കിട്ടണം? 158 കിട്ടണം. സോ ഇതുപോലെ എഴുതാം. 51 ഗുണം ഇവിടെയും 3 ഗുണിച്ച് ഇവിടെയും 3 ഗുണിച്ച്, എന്നാൽ ഇവിടെയും 3 ഗുണിക്കുക. അങ്ങനെ 3 ഗുണിക്കുമ്പം 51നെ കൊണ്ട് 3 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 50× 3 എന്ന് പറഞ്ഞാൽ 150. സോ 51 × 3 എന്ന് പറഞ്ഞാൽ 153 അല്ലേ? 153. എത്ര കിട്ടണം? 158 കിട്ടണം. 153ൽ നിന്ന് 158 കിട്ടാൻ വേണ്ടി എത്ര കൂട്ടണം? 5 കൂട്ടണം. 51 ഗുണം 3 എന്ന് പറഞ്ഞാൽ 153. ആ 153ൻ്റെ കൂടെ 5 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 158 കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ അതും കിട്ടി. 51ൽ നിന്ന് നമുക്ക് 158 കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ 158ൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ ആൻസർ അല്ലേ ചോദിച്ചേ? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഗുണിച്ച 3 ആണ്, ഇവിടെയും ഗുണിച്ച 3 ആണ്, ഇവിടെയും ഗുണിച്ച 3 ആണ്. സോ ഇവിടെയും ഗുണിക്കേണ്ട എത്ര തന്നെയായിരിക്കണം? 3 തന്നെ ആയിരിക്കണം. അന്നേരം ഗുണിക്കേണ്ട 3 മനസ്സിലായി. പിന്നെ വേണ്ടതാ ഇവിടെ കൂട്ടുകയാണ്. അന്നേരം ഇവിടെ പ്ലസ് കൊടുത്തിട്ട് ഇവിടെ കൂട്ടിയത് 1 ആണ്, ഇവിടെ കൂട്ടിയത് 3 ആണ്, ഇവിടെ കൂട്ടിയത് 5 ആണ്. അന്നേരം ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഈ കൂട്ടുന്നതൊക്കെ ഒറ്റ സംഖ്യകളാണ്. ആദ്യം 1 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 5 കൂട്ടി, എന്നാൽ പിന്നെ കൂട്ടേണ്ടത് 7 ആണ്. 1ഉം 3ഉം 5ഉം 7 എന്ന് പറഞ്ഞ ഒറ്റ സംഖ്യയാണ്. ഒരു ആൻസർ നമുക്ക് മനസ്സിലായി. ആദ്യം 158നെ കൊണ്ട് 3 ഗുണിക്കണം, പിന്നെ 7 കൂട്ടണം. ശരിയല്ലേ? എന്നാൽ ഗുണിച്ച് നോക്കാം. 158നെ കൊണ്ട് ആദ്യം എത്ര ഗുണിക്കണം? 3 ഗുണിക്കണം. ഗുണിച്ച് പറയാമല്ലോ. ഗുണിച്ച് പറ. 3നെ കൊണ്ട് 8 ഗുണിച്ചാൽ 24 കിട്ടും. സോ ബാലൻസ് 2 എന്ന് എഴുതുക. 3നെ കൊണ്ട് 5 ഗുണിച്ചാൽ 15 എന്ന് കിട്ടും. ആ 15ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 17 കിട്ടും. ആ 17ൻ്റെ ബാലൻസ് 1 അവിടെ ഇട്ടേക്കുക. 1 ഗുണം 3 3. ആ 3ൻ്റെ കൂടെ ബാലൻസ് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 474 കിട്ടി. അന്നേരം ഗുണിച്ചപ്പം നമുക്ക് 474 കിട്ടി. 474 കിട്ടി. ഇനി അതിനോടൊപ്പം എത്ര കൂട്ടണം? 7 കൂട്ടണം. അന്നേരം 474ൻ്റെ കൂടെ 7 കൂട്ടി എത്ര കിട്ടും? 480. ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 481 എന്ന് കിട്ടും. ശരിയല്ലേ? സോ 480 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 481 ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ ബി ഓപ്ഷൻ ആയിരുന്നു. ഒരു ഇത്തിരി കൂടെ സീരീസിനകത്ത് നല്ല ചോദ്യങ്ങളാണ്. പാറ്റേൺസ് ഫോം ചെയ്യുന്ന സീരീസിൻ്റെ ചോദ്യങ്ങളിലൊന്നാണ്. ക്ലിയർ?
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ഒരു ഒറ്റയാന കണ്ടെത്തേണ്ട ചോദ്യമായിരുന്നു. ഒരു 4 ലെറ്റേഴ്സാണ്, SORE SOTL എന്ന് പറയുന്ന ഒരു 4 ലെറ്റേഴ്സാണ്. ഇത് ആദ്യം ഒരു കാര്യം ഈ കണക്ക് ചെയ്യുന്നതിന് മുമ്പ് പറയട്ടെ, ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ ഒരു ലെറ്റർ പോലും മാറ്റാതെ ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത സീരീസിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഈ 4 ഓപ്ഷൻ ഇതുപോലെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഇതൊരു കോഡിങ്ങിൻ്റെയോ ലെറ്റേഴ്സ് കണ്ട ഉടനെ കോഡിങ്ങിൻ്റെ സീരീസ് ഒന്നുമല്ല. ഇത് ലെറ്റേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ ഈ SORE കണ്ടാൽ നിങ്ങൾ പറയേണ്ടത്, SORE കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇതാണ്. ഈ SOREക്കകത്ത് ഈ ലെറ്റേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന വാക്കെന്ന് പറഞ്ഞാൽ ROSE എന്ന് പറഞ്ഞ റോസാണ്. ശരിയല്ലേ? എസും ഓവും ആറും ഇയും കൂടെ ചേർന്നാൽ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന വാക്കെന്ന് പറഞ്ഞാൽ ROSE അല്ലേ? ഇത് ലെറ്റേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, റീഅറേഞ്ച്മെൻറ്റ്. SORE എന്ന് പറഞ്ഞാൽ റോസാണ്. ശരിയല്ലേ? എന്നാൽ പിന്നെ ഇതിനകത്തുള്ള എസും ടിയും TLയും യും കൂടെ ചേർന്നാൽ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന വാക്കെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ടസ് എന്ന് കിട്ടും. ഇത് ലോട്ടസാണ്. ലോട്ടസിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സും അവിടെ കിടക്കുന്നത്. എന്നാൽ പിന്നെ ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് രണ്ടും ഫ്ലവർ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ എളുപ്പമായിരിക്കും. റോസ, അത് ലോട്ടസ് ആകുമ്പോൾ അതും ഫ്ലവറാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാക്ക് നോക്കിയാൽ മതി, അവിടെ ജെ കിടപ്പുണ്ട്. അതാണ്ട് ഇതെന്ന് പറഞ്ഞാൽ ജാസ്മിന. ജാസ്മിനകത്തുള്ള ലെറ്റേഴ്സാണ് ഇട്ടേക്കുന്ന മൊത്തം. ജാസ്മിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സും ഇവിടെ ഉണ്ട് അല്ലേ? ജെ ഉണ്ട്, എ ഉണ്ട്, എസ് ഉണ്ട്, എം ഉണ്ട്, ഐ ഉണ്ട്, എൻ ഉണ്ട്, ഇ ഉണ്ട്. അന്നേരം ഇപ്പോഴേ നമ്മുടെ ഉത്തരവായി. ഈ റോസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലവറാണ്. ലോട്ടസ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഫ്ലവറാണ്. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അതും ഒരു ഫ്ലവറാണ്. അന്നേരം മൂന്നും ഫ്ലവർ ആണെങ്കിൽ പിന്നെ ഇതൊരു ഫ്ലവർ ആയിരിക്കത്തില്ല എന്നുള്ളതാണ് ഉത്തരം. ഒന്ന് നോക്കിയാൽ മതി. ഇതിനകത്തുള്ള ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമുക്ക് ചേർന്നാൽ കിട്ടുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൂട്ടാണ്. ബാക്കിയെല്ലാം ഫ്ലവേഴ്സാണ്, ഇതൊരു ഫ്രൂട്ടാണ്. സോ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഒറ്റയാനെന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഓറഞ്ച്. അല്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ D ആണ്. NORGAE ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്ന് ഈ രീതിക്ക് നോക്കിയവർക്ക്, ഇത് കോഡിംഗ് എന്നും പറഞ്ഞ് നോക്കിയവർക്ക് ചിലപ്പം കിട്ടില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഇത് റോസ് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്ത് കിട്ടാൻ എളുപ്പമാണ്. ഓക്കെ, അടുത്ത ചോദ്യം കലണ്ടറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡേസിൻ്റെ ചോദ്യമായിരുന്നു. ഒരു സ്ഥിരം ചോദിക്കുന്ന കലണ്ടറിനകത്തൊരു മെത്തേഡ് അല്ലായിരുന്നു, മറ്റൊരു രീതിയെ ചോദിച്ചത്. അതായത് ഒരു ഡേറ്റ് പറഞ്ഞിട്ട് 9 മാസവും 5 ദിവസം എന്ന് വെച്ചാൽ ഡേസ് എണ്ണി പറയാനാണ്. അല്ല, കലണ്ടറിൻ്റെ ഒരു റെഗുലർ ആയിട്ടുള്ള മെത്തേഡ്സ് അറിയാത്തവർക്ക് പോലും ഈ കണക്ക് ചെയ്യാൻ പറ്റും. കാരണം എണ്ണി ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ കണക്കിലേക്ക് വരാം. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാക്കുന്ന തീയതിയല്ലേ ചോദിച്ചേ? അത് പറയുമ്പോഴേ 16/4/2020 തുടങ്ങിയിട്ട് 9 മാസം പൂർത്തിയാകുമെന്ന് പറഞ്ഞാൽ ഈ മാസം 9 കൂട്ടി പറയാം. അന്നേരം മാസം 9 കൂട്ടുമ്പം ഈ 4ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 9 + 4 = 13-ാം മാസം എന്ന് കിട്ടും. കാരണം 13-ാം മാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാസം ഇല്ലല്ലോ. കാരണം 13-ാം മാസം എന്ന് പറഞ്ഞാൽ അത് 1-ാം മാസമാണ് അല്ലേ? 12 കഴിഞ്ഞാൽ പിന്നെ 13 എന്ന് പറഞ്ഞാൽ 1-ാം മാസം. കാരണം കിട്ടേണ്ട ഉത്തരവ് എന്ന് പറഞ്ഞാൽ മാസം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1-ാം മാസം എന്ന് മനസ്സിലായി. ഇവിടെ കിട്ടിയോ? ഇവിടെ 4-ാം മാസമാണ് തന്നെ. 4-ാം മാസം കഴിഞ്ഞിട്ട് പിന്നെ എത്ര? 9 മാസം. ഈ ഡേറ്റിൽ തുടങ്ങിയിട്ട് 9 മാസം ആവണം. 9 മാസം ആവുമെന്ന് പറഞ്ഞാൽ 4ൻ്റെ കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ 13 കിട്ടും. മാസം മാത്രം കൂട്ടിയാൽ മതി. 9 + 4 എന്ന് പറഞ്ഞാൽ 13. 13-ാം മാസം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ 1-ാം മാസം അല്ലേ? അടുത്ത വർഷത്തെ 1-ാം മാസം. കാരണം 13-ാം മാസം എന്ന് പറഞ്ഞാൽ 12 കഴിഞ്ഞാൽ 13 ആകുമ്പോൾ അടുത്ത വർഷത്തെ 1-ാം മാസം. ഒരു 1-ാം മാസമായിരിക്കും ഓപ്ഷനിൽ വരേണ്ടത്. അന്നേരം ഓപ്ഷൻസ് നോക്കിക്കോ. 1-ാം മാസം എന്ന് പറഞ്ഞാൽ ഇത് 1-ാം മാസമാണ്, ഇത് 12-ാം മാസം. അന്നേരം അതും കളയാം. 12-ാം മാസം വേണ്ട. ഇത് രണ്ടും 1-ാം മാസം. അന്നേരം 2 കിടക്കണം. 3 ഓപ്ഷൻ കിട്ടി. ശരിയല്ലേ? ഇനി ഡേറ്റ് എത്ര വരും എന്നുള്ളതാ. 9 മാസം പൂർത്തിയാക്കണം. 9 മാസം ഈ ഡേറ്റ് തുടങ്ങി 16 തുടങ്ങിയിട്ട് 9 മാസം പൂർത്തിയാക്കുമ്പോഴുള്ള ഡേറ്റ് എത്ര? 9 മാസം പൂർത്തിയാക്കുമ്പോഴുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ 16 തന്നെ ആയിരിക്കുമോ? ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. 16/4/2020 തുടങ്ങിയിട്ടേ ഒരു മാസം കഴിയുമ്പോഴുള്ള ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഒരു മാസം കഴിയുമ്പോൾ ഈ 4 മാറി ഇവിടെ 5 കിട്ടും. 2020 തന്നെ. ഒരു മാസം ഈ 16-ാം തീയതി തുടങ്ങിയിട്ട് ഒരു മാസം ആകുമെന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തെ 16 അല്ല നിങ്ങൾ പറയേണ്ടത്, അടുത്ത മാസത്തെ 15 പറയേണ്ടത്. കാരണം 16 ആകുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുക. 16 തൊട്ട് അടുത്ത മാസത്തെ 15 വരെ ആയിരിക്കും ഒരു മാസം. വീണ്ടും ആ മാസത്തിലെ 16 തൊട്ട് 16/5/2020 തൊട്ട് അടുത്ത മാസത്തിലെ 15/6/2020 വരെ ആയിരിക്കും അടുത്ത മാസം. ഉദാഹരണത്തിന് ജനുവരി 1-ലാണ് തുടങ്ങുന്നതെങ്കിൽ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്ന് ക്ലിയർ ആവും. ജനുവരി 1 തുടങ്ങിയിട്ട്
ഫെബ്രുവരി 1 ആവുമ്പോഴല്ല ഒരു മാസം ആവുന്നേ. ജനുവരി 1 തുടങ്ങിയിട്ട് ജനുവരി 31 ആവുമ്പോഴല്ലേ ഒരു മാസം ആകണ്ടേ. ജനുവരി മാസം എന്ന് പറഞ്ഞാൽ ജനുവരി 1 മുതൽ ഈ ദിവസത്തിൽ തുടങ്ങണം. അതുപോലെ ജനുവരി 1 തുടങ്ങിയിട്ട് ജനുവരി 31 ആകുമ്പോഴല്ലേ ഒരു മാസം ആവുന്നേ. അടുത്ത ഫെബ്രുവരി 1 തൊട്ട് ഫെബ്രുവരി 28 വരെ അല്ലെങ്കിൽ 29 വരെ എന്ന് പറഞ്ഞാൽ അടുത്ത മാസമല്ലേ. അങ്ങനെ എടുക്കണ്ടേ. അന്നേരം ഈ ഡേറ്റ് അല്ലേ എടുക്കണ്ടേ, ആ ഡേറ്റിൻ്റെ തലേന്ന് എടുക്കണം. തലേന്ന് എടുക്കുമെന്ന് പറഞ്ഞാൽ 16 അല്ല 15 എടുക്കണം. ഇങ്ങനെ എടുക്കണം. അന്നേരം 16/4/2020 തൊട്ട് 15/1/2000 അടുത്ത വർഷമായല്ലോ. ഈ 9 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു മാസം കൂടുമ്പോൾ അടുത്ത വർഷത്തെ 1-ാം മാസമല്ലേ കിട്ടിയത്. സോ 2021 കിട്ടി. ഓപ്ഷൻസിനകത്തും എല്ലാം നിൽക്കുന്ന എല്ലാം 2021 അല്ലേ, 2021. ഇവിടെ നോക്കുക, 16/4/2020 തൊട്ട് 15/1/2021 ആയപ്പോഴത്തേക്ക് എത്ര മാസമായി? 9 മാസമായി. ഇപ്പോൾ 9 മാസം ആയുള്ളൂ. ഇനി എന്തോ പറഞ്ഞ് 9 മാസവും പിന്നെ എത്ര ദിവസം കൂടെ വേണം? 5 ദിവസം കൂടെ വേണം. 5 ദിവസം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താ കിട്ടിയേ? 15/1/2021 എന്ന് പറഞ്ഞാൽ 9 മാസമല്ലേ കിട്ടിയേ. എന്നറിയാം. ഇനി ഒരു 5 ദിവസം കൂടെ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം വേണ്ടി പറയാം. ഇങ്ങനെ ഫസ്റ്റ് ഡേ ഓരോ ദിവസം വേണ്ടി പറയുമ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ 15 കഴിഞ്ഞാൽ പിന്നെ 16. അടുത്ത സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 കഴിഞ്ഞാൽ പിന്നെ 17. അടുത്ത തേർഡ് ഡേ എന്ന് പറഞ്ഞാൽ 17 കഴിഞ്ഞാൽ പിന്നെ 18. അടുത്തതെന്ന് പറഞ്ഞാൽ ഫോർത്ത് ഡേ എന്ന് പറഞ്ഞാൽ 18 കഴിഞ്ഞാൽ പിന്നെ 19. അടുത്ത ഫിഫ്ത്ത് ഡേ എന്ന് പറഞ്ഞാൽ 19 കഴിഞ്ഞാൽ പിന്നെ 20. സോ ഡേറ്റ് എത്ര നീട്ടി? 20 നീട്ടി. എന്ന് വെച്ചാൽ ആൻസർ ഇസ് ഈക്വൽ ടു 20 മാസം ഏതാ? 1 അല്ലേ. 20/1/2021 ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതാണ്ട് ഇതായിരിക്കും ഉത്തരം. 20/1/2021 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ഒന്ന് ശ്രദ്ധിക്കണം. എണ്ണി പോകുമ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 9 മാസം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 16 തന്നെയല്ല എഴുതണ്ടേ, തലേന്നാകുമ്പോഴല്ലേ കംപ്ലീറ്റോ. 16 ആകുമ്പോൾ വീണ്ടും അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. ഈ ലോജിക്ക് ആലോചിച്ചാൽ മതി. ജനുവരി 1 തുടങ്ങിക്കഴിഞ്ഞാൽ ജനുവരി 31 ആകുമ്പോഴാണ് തീരുന്നത്. ഫെബ്രുവരി 1 ആകുമ്പോഴല്ല, ഫെബ്രുവരി 1 ആകുമ്പോൾ അടുത്ത മാസം. ഇവിടെ 1 അല്ല നോക്കണ്ടേ. അതുപോലെ ഇവിടെ 16 ആകുമ്പോൾ ഇവിടെ 16 അല്ല 15. 15 ആകുമ്പോൾ 9 മാസമായി. പിന്നെ 15 കഴിഞ്ഞിട്ട് പിന്നെ എത്ര ദിവസം കൂടെ വേണം? 5 ദിവസം കൂടെ പൂർത്തിയാക്കണം. അന്നേരം 15 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 ദിവസം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആകുമ്പോൾ 1, 17 ആകുമ്പോൾ 2, 18 ആകുമ്പോൾ 3, 19 ആകുമ്പോൾ 4, 20 ആകുമ്പോൾ 5. 20 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ? 20/1/2021. അതായിരിക്കും ആൻസർ. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അന്നേരം നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം ഇത് ലാസ്റ്റ് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമിന്റെ പ്രിലിംസിനകത്ത് ആദ്യത്തെ ടയറിനകത്ത് പ്രിലിംസിനകത്ത് റെക്റ്റാങ്കിളിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യം വീണ്ടും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആവർത്തിച്ചു. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ 75 സെന്റിമീറ്ററും. ഒരു മുറിയുടെ നീളം എന്ന് പറഞ്ഞാൽ യഥാക്രമം 10 മീറ്ററാണ് അല്ലേ, സെന്റിമീറ്റർ അല്ല. 10 മീറ്ററും എത്ര? 75 സെന്റിമീറ്റർ. അടുത്ത എത്ര? വീതി എത്ര? നീളവും വീതി യഥാക്രമം. നീളം 10 മീറ്റർ 75 സെന്റിമീറ്ററും വീതി എന്ന് പറഞ്ഞാൽ എത്ര? 8 മീറ്ററും 25 സെന്റിമീറ്ററുമാണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. അങ്ങനെയാണെങ്കിൽ ടൈലിൻ്റെ സാധ്യമായിട്ടുള്ള ഏറ്റവും വലിയ വലിപ്പമല്ലേ കണ്ടെത്തണ്ടേ. ഓക്കെ. അന്നേരം മുറിയുടെ നീളവും വീതിയും പറഞ്ഞിട്ട് അതിനകത്ത് ഉൾക്കൊള്ളുന്ന, അതായത് മുറിയുടെ നീളവും വീതിയും ഇങ്ങനെ പറഞ്ഞിട്ട് അതിനകത്ത് ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ടൈലല്ലേ ചോദിച്ചത്, ടൈലിൻ്റെ അളവാണ് ചോദിച്ചത്. അത് ചതുരാകൃതിയിലുള്ള ടൈലുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചതുരാകൃതിയല്ല. അത് ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടൈലിൻ്റെ അളവ് ചതുരാകൃതിയല്ല. കാരണം ഓപ്ഷൻ നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ 20x20, അടുത്ത 25x25, അടുത്ത 30x30, അടുത്ത 15x15. അന്നേരം ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം ഒരേ നമ്പറല്ലേ, 20, 20, 25, 25. അന്നേരം അപ്പോഴേ ഉറപ്പിക്കാം ഇത് ചതുരാകൃതിയിലുള്ള ടൈലല്ല പാകുന്നത്. ഈ ടൈലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ചതുരമല്ല, അതൊരു സമചതുരമെന്ന് മനസ്സിലാവും അല്ലേ. അന്നേരം സമചതുരാകൃതിയിലുള്ള ടൈലുകൾ തന്നെയാണ് പാകുന്നത്. സമചതുരാന്ന് മനസ്സിലായേ? അങ്ങനെയാണെങ്കിൽ എന്തു ചോദിച്ചേ? ഇതിൽ സാധ്യമായിട്ടുള്ള ഏറ്റവും വലിയ വലിപ്പം കണ്ടെത്തുകയെന്നല്ലേ ചോദിച്ചേ. ഏറ്റവും വലിയ വലിപ്പം കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ട എപ്പോഴും ഇതിൻ്റെ HCF ആയിരിക്കണം. കണ്ടുപിടിക്കേണ്ട എപ്പോഴും ഇതിൻ്റെ ഉസാഗയാണ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന നീളത്തിൻ്റെയും വീതിയുടെയും ഉസാഗയെ കണ്ടുപിടിച്ചാൽ മതി. ഉസാഗ കണ്ടുപിടിക്കണം. പക്ഷേ ഒരു കാര്യം നോക്കണം, ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മളത് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. സെൻറ്റിമീറ്ററിലോട്ട് അങ്ങനെ മാറ്റണം. അന്നേരം ആദ്യം ഇവിടെ 10 മീറ്റർ അല്ലേ. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെ പറയണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. അല്ല 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 10x100 = 1000 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. ഒരു 1000 സെൻറ്റിമീറ്റർ പ്ലസ് ഒരു 75 സെൻറ്റിമീറ്ററോട് ആകുമ്പോഴത്തേക്ക് ആകെ എത്രയായി? 1075 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് മനസ്സിലായി. അതുപോലെ ഇവിടെ 8 മീറ്ററാണ് നീളം. 8 മീറ്റർ എന്ന് പറഞ്ഞാൽ 8x100 = 800 സെൻറ്റിമീറ്ററായി. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. അന്നേരം 8 മീറ്റർ എന്ന് പറഞ്ഞാൽ 8x100 800 സെൻറ്റിമീറ്ററായി.
800 സെൻറ്റിമീറ്റർ പ്ലസ് ബാക്കിയുള്ള 25 സെൻറ്റിമീറ്ററോടെ ചേർക്കുമ്പോൾ എത്രയായിട്ട് മാറി? 825 സെൻറ്റിമീറ്ററായിട്ട് മാറി. സോ ആ മുറിയുടെ നീളവും വീതി നമുക്ക് കിട്ടി. എത്ര കിട്ടിയേ? 1075ഉം 825ഉം അല്ലേ കിട്ടിയേ? നീളവും വീതിയും കിട്ടി. ഇനി അതിനകത്ത് ഉൾക്കൊള്ളുന്ന, ആ മുറിക്കകത്ത് ഉൾക്കൊള്ളുന്ന ഏറ്റവും ടൈലിൻ്റെ സാധ്യമായിട്ടുള്ള ഏറ്റവും വലിയ വലിപ്പം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട എപ്പോഴും ഇതിൻ്റെ എന്ത് തന്നെയായിരിക്കണം? ഉസാഗെ ആയിരിക്കണം. ഉസാഗെ അല്ലെങ്കിൽ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF കിട്ടാൻ വേണ്ടി ഈ രണ്ട് സംഖ്യക്കകത്തുള്ള കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1075ഉം 825ഉം കാണുമ്പം അവസാനം 5 ആയതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, രണ്ട് സംഖ്യയും 5ൻ്റെ ഗുണിതമാണ്. സോ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് നോക്കാം. അല്ലെങ്കിൽ ഇവിടെ 75ഉം 25ഉം ആയതുകൊണ്ട് വേണമെങ്കിൽ 25 കൊണ്ട് നോക്കാമായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഇങ്ങനെ എന്ന് വെച്ചാലേ ഇവിടെ ഈ അവസാനം 75 അല്ലേ? അങ്ങനെ 75 എന്ന് പറഞ്ഞാൽ അത് 25ൻ്റെ ഗുണിതമായിരിക്കും. ഇവിടെ 25 അല്ലേ? 25 എന്ന് പറഞ്ഞാൽ 25ൻ്റെ ഗുണിതമായതുകൊണ്ട് ഈ രണ്ട് സംഖ്യക്കകത്തും കോമൺ ആയിട്ട് 25 അടങ്ങത്തില്ലേ? അങ്ങനെ പറയാമല്ലോ. ഇവിടെ 75, ഇവിടെ 25, അവസാനത്തെ രണ്ടക്കം നോക്കിയാൽ 75 എന്ന ഒരു സംഖ്യ അവസാനം 75 തീരുവാണെങ്കിൽ അത് 25ൻ്റെ ഗുണിതമായിരിക്കും. അതുപോലെ തന്നെ ഒരു സംഖ്യ 25 തീരുവാണെങ്കിൽ അതും 25ൻ്റെ ഗുണിതമായിരിക്കും. രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ട് എത്ര കാണും? 25 കാണുമെന്ന് മനസ്സിലായി. പിന്നെ അത് ഹരിച്ചു നോക്കണം. ഹരിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. പിന്നെ ആ നമ്പറിനകത്ത് ഇവിടെ വീണ്ടും കിട്ടുമെന്ന് നോക്കണം. പക്ഷെ ഒന്ന് നോക്കണം. ഇപ്പം നമുക്ക് 25 കിട്ടി. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസിനകത്ത് ഏതൊക്കെയാണ്? 20, 25, 30, 15. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി 25നെ കൊണ്ട് ഇവിടെ മറ്റൊരു സംഖ്യ കിട്ടത്തില്ല. കാരണം ആ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ചുരുങ്ങിപ്പോൾ 2 കിട്ടിയെന്ന് വിചാരിച്ചു. 2 കിട്ടിക്കഴിഞ്ഞാൽ 25നെ കൊണ്ട് 2 ഗുണിച്ചാൽ 50എങ്കിലും വരണ്ടേ? 50എങ്കിലും വരണം. ഓപ്ഷൻസിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം 25 കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 25 സെൻറ്റിമീറ്ററിൻ്റെ 25 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ചെയ്യാതെങ്ങ് പറയാം. ഇതങ്ങ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ തന്നെ ഉത്തരം കിട്ടും. ഇത് 1075ഉം ഇത് 825ഉം ആകുമ്പം 75ഉം 25 അവസാനം ആയതുകൊണ്ട് കോമൺ നമ്പർ 25 ആകുമ്പം ഉത്തരം 25 തന്നെ ആയിരിക്കും എന്ന് പറയാം. അങ്ങനെ കിട്ടും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. ചെയ്തു നോക്കണമെങ്കിൽ നമുക്ക് 25 കൊണ്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള നമ്പർ കൊണ്ട് ചെയ്യാം. 1075നെയും 825ൻ്റെയും ഉസാഗ് കാണാൻ നമുക്ക് 5 കൊണ്ട് ചെയ്യാമല്ലോ. 5 കൊണ്ട് വരയ്ക്കാം. 5 കൊണ്ട് വരയ്ക്കുമ്പോൾ 10നകത്ത് 5 ആണെന്നുണ്ടെങ്കിൽ 2 തവണ. ബാലൻസ് ഇവിടെ 7നകത്ത് 5 ഒരു തവണ എന്ന് കിട്ടും. ഒരു തവണ എന്ന് പറഞ്ഞാൽ 1 × 5 5. 5ന് ഇവിടെ 7 ഉണ്ട്. അന്നേരം ബാക്കി 2 കൊടുത്താൽ 25ആയി. 25നകത്ത് 5 ആണെങ്കിൽ 5, 215 എന്ന് കിട്ടി. അതുപോലെ ഇവിടെ 5 കൊണ്ട് വരയ്ക്കുമ്പം 8നകത്ത് 5 ആണെങ്കിൽ ഒരു തവണ 1 × 5 5. 5ന് ഇവിടെ 8 ഉണ്ട്. സോ ബാലൻസ് 3 കൊടുത്താൽ 32ആയി. 32നകത്ത് 5 ആണെന്നുണ്ടെങ്കിൽ 6 തവണ എന്ന് കിട്ടും. 6 5 30. 30ന് 32 ആകുമ്പോൾ ബാലൻസ് 2 കൊടുത്താൽ 25നകത്ത് 5 ആണെങ്കിൽ 5 എന്ന് കിട്ടും. 215 165 കിട്ടി. മറ്റൊന്നുമല്ല, ഞാൻ വെട്ടിക്കറിയെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളത് ഹരിച്ചങ്ങ് നോക്കിയാൽ മതി. കിട്ടിയല്ലോ. ഇനി 215 165 ആണെങ്കിൽ അവസാനം 5 ആയതുകൊണ്ട് വീണ്ടും 5 കൊണ്ട് ചെയ്യാമല്ലോ. സോ 21നകത്ത് 5 ആണെങ്കിൽ 4 തവണ. 4 5 20 അല്ലേ? ഇവിടെ 21 ആകുമ്പോൾ ബാലൻസ് 1 കൊടുത്താൽ 15നകത്ത് 5 3 തവണയെന്ന് കിട്ടും. ഇവിടെ 16നകത്ത് 5 ആണെങ്കിൽ 3 തവണ. 3 × 5 15. ഇവിടെ 16 ഉണ്ട്. സോ ബാലൻസ് 1 കൊടുത്താൽ 15നകത്ത് 5 ആണെങ്കിൽ 3 എന്ന് കിട്ടും. ഇപ്പം നോക്കിയേ, 43 33 കിട്ടി. ഇപ്പോഴേ ഉറപ്പിക്കാം, ഈ 43 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇനി ഇതിനകത്തൊരു കോമൺ നമ്പർ വരത്തില്ല. അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുമ്പം 5 × 5 = 25 ആയിരിക്കും ഉസാഗ. ഉസാഗ 25 ആണെങ്കിൽ സമയോദരാകൃതിയിൽ ടൈലല്ലേ, എല്ലാം അപ്പുറം ഇപ്പുറം ഈക്വൽ അല്ലേ? അന്നേരം ഒരു സൈഡ് 25 ആണെങ്കിൽ മറ്റേ സൈഡ് 25 ആയിരിക്കും. സോ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 25 × 25 ആയിരിക്കും. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഇതൊന്നും ചെയ്യണ്ട. ഇവിടെ 75 അല്ലേ? ഇവിടെ 75, ഇവിടെ എത്ര? 25. അന്നേരം 75 25 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ 25. ഒരു കാര്യമോടൊന്ന് പറയട്ടെ, ഇത്രയും പറഞ്ഞിട്ടൊന്നുകൂടെ പറയാം. ഇത് കാണുമ്പോഴേ വേണമെങ്കിൽ ഉത്തരം പറയാമായിരുന്നു. ഇവിടെ 75 സെൻറ്റിമീറ്ററും ഇവിടെ 25 സെൻറ്റിമീറ്ററും ആണെങ്കിൽ അവസാനം 75 25 ആകുമ്പം അത് 25ൻ്റെ ഗുണിതമാണെന്നും പറഞ്ഞ് തുടക്കത്തിലെ വേണമെങ്കിൽ നോക്കിക്കായിരുന്നു. ഇതുപോലും, അതായത് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാതെ പോലും വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം അവസാനം ഇവിടെ 75 തീരും, ഇവിടെ 25 തീരും. 75 25 തീരണമെങ്കിൽ അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ എത്രലേ വരൂ? 25 വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. കാര്യമില്ല, ചെയ്തെടുത്തിട്ടങ്ങ് പറയാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം 9808 × 625. ഒരു 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അന്നേരം ഇപ്പോൾ നമുക്ക് ഒരു കാര്യം എന്തായാലും കിട്ടും. ഈ 9000 നമ്പേഴ്സിൻ്റെ ഗുണിച്ചിട്ട് 4 ഓപ്ഷൻ ഗുണിച്ച് കിട്ടുന്ന ഉത്തരമല്ല പറയണ്ട, ഓപ്ഷൻസിനകത്തുള്ളൊരു ഉത്തരമായിട്ട് പറയണം. 9808 നമുക്ക് 625 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിക്കുമ്പോൾ ഒരു കാര്യം ഇപ്പോഴേ ക്ലിയർ ആവും.
മൂന്ന് ഓപ്ഷൻസിനകത്തും 613 ഉള്ളത് കൊണ്ട് ഇത് ഗുണിച്ചാൽ കിട്ടുന്നൊരു നമ്പർ 613 തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ പൂജ്യത്തിൻ്റെ എണ്ണം വേണം. എന്നാൽ പിന്നെ മറ്റൊന്നും ആലോചിക്കണ്ട, നമുക്ക് ഗുണിച്ച് നോക്കാം, പിന്നെ ബാക്കിയൊക്കെ പിന്നെ ചെയ്യാം അല്ലേ. വേറൊന്നും നോക്കണ്ട, നമുക്ക് ഡയറക്റ്റ് ഗുണിക്കാം. 9808 കൊണ്ട് എത്ര ഗുണിക്കുക? 625 ഗുണിക്കുക എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളെപ്പറ്റി ആലോചിക്കേണ്ട, നമുക്ക് അതേത് ഗുണിക്കുക. ഗുണിച്ച് പറ. ആദ്യം 5 കൊണ്ട് ഓരോ സംഖ്യയും ഗുണിക്കാമല്ലോ. അന്നേരം 5 കൊണ്ട് 8 ഗുണിച്ചാൽ 40ൻ്റെ 0. അന്നേരം ബാലൻസ് 4 അവിടെ കിടക്കട്ടെ. അടുത്ത 5 × 0 എന്ന് പറഞ്ഞാൽ 0. അന്നേരം 4 ഇങ്ങോട്ടങ്ങ് എഴുതാം അല്ലേ. അടുത്ത 5 × 8 40ൻ്റെ 0. ബാലൻസ് 4 അവിടെ ഉണ്ട്. ശരി. 9 × 5 എന്ന് പറഞ്ഞാൽ 45. 45ൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 49. അത് കിട്ടി. ശരി. ഇനി 5 ഗുണിച്ച് കഴിഞ്ഞല്ലോ. ഇനി 2 കൊണ്ട് ഓരോ നമ്പറിനെ ഗുണിക്കാം. 2 കൊണ്ട് ഗുണിക്കുമ്പം 2 × 8 = 16. അന്നേരം 16 ആകുമ്പോൾ ബാലൻസ് അവിടെ 1 ഉണ്ട്. 2 × 0 = 0. അന്നേരം ബാലൻസ് ഉള്ള 1 ഇങ്ങോട്ട് എഴുതി അല്ലേ. പിന്നെ 2 × 8 = 16. 16 ആകുമ്പോൾ ബാലൻസ് അവിടെ 1. ആ 1 എഴുതി. അടുത്ത 2 × 9 = 18. 18ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 19 കിട്ടി. ശരി. അന്നേരം അതും കഴിഞ്ഞു അല്ലേ. 2 ഗുണിച്ച് കഴിഞ്ഞു. ഇനി എത്ര ഗുണിക്കണ്ടേ? 6 കൂടെ ഗുണിക്കണം. അന്നേരം 6നെ കൊണ്ട് 8 ഗുണിക്കാം. 6 × 8 = 48ൻ്റെ 8. അന്നേരം ബാക്കിയുള്ളത് 4. 6 × 0 = 0. അന്നേരം ബാക്കിയുള്ള 4 ഇങ്ങോട്ട് എഴുതി അല്ലേ. അടുത്ത 6 × 8 = 48ൻ്റെ 8. ബാക്കിയുള്ള 4 അവിടെ ഉണ്ട്. അടുത്ത 6 × 9 = 54. 54-ലൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 58 എന്ന് കിട്ടും. അന്നേരം നമ്മളത് ഗുണിച്ച് വെച്ചു. ഇനി അതെല്ലാം കൂട്ടാം. കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇവിടെ ഒരു 0 കിട്ടും. എന്തായാലും 0 തന്നെ ആയിരിക്കും വരുന്നത്, കാരണം ഓപ്ഷൻസൊക്കെ ഒരു 10 റേഷ്യോ കിടക്കുന്നുണ്ട്. എല്ലാം 0 തന്നെ ആയിരിക്കും. നോക്കിക്കോ, എല്ലാം 0ആണ്. ഇവിടെ 0 കിട്ടി. 6ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10ൻ്റെ 0 കിട്ടി. അന്നേരം ബാക്കി ഒരു 1 ഉണ്ട്. 8ൻ്റെ കൂടെ 1 കൂട്ടിയ 9. ആ 9-നോട് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10ൻ്റെ 0. ബാക്കി ഒരു 1 ഉണ്ട്. 9-നോട് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10. 10 + 6 = 16. 16ൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 20ൻ്റെ 0. അന്നേരം ബാക്കി 2 ഉണ്ട്. 4ൻ്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 6. 6ൻ്റെ കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ 15. 15ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 15 + 8 = 23ൻ്റെ 3. ബാക്കിയുള്ള 2. 2 + 1 = 3. 3ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 11ൻ്റെ 1. ബാലൻസ് 1. 5 1 6 കിട്ടിയല്ലോ. 613 അല്ലേ. ഈ നമ്പർ എഴുതി വെക്കാം. 613 എത്ര 0? 1 2 3 4 0. അതങ്ങ് എഴുതാമല്ലോ. ശരിയല്ലേ. 4 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 10,000 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. ഇവിടെ 4 0 അല്ലേ ഉള്ളത്. സോ അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 613 ഇൻറ്റു അല്ലേ. അവസാനം ഒരു 4 0 എന്ന് പറഞ്ഞാൽ 4 0 വരുന്ന നമ്പറും കിട്ടാൽ മതി. 4 0 വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര? 10,000. ശരിയല്ലേ. അങ്ങനെ 10,000. 613 കൊണ്ട് 10,000 ഗുണിക്കുക എന്ന് പറഞ്ഞ് കിട്ടി. 10,000 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ നമ്മൾ ആ 4 0 കിട്ടുന്നത്. അത് ഓക്കെയാണ്. ഇനി നമുക്കിത് ഒരു സ്റ്റെപ്പോടെ വേണമെങ്കിൽ എഴുതാം. 613 ഇൻറ്റു 10,000 എന്ന് പറഞ്ഞാൽ 10ൻ്റെ എത്രാമത്തെ പവർ? 10ൻ്റെ എത്രാമത്തെ പവർ? എത്ര 0 ഉണ്ടോ അത്രയും പവർ കൊടുത്താൽ പോരെ. എത്ര 0 ഉണ്ട്? 4 0. 4 0 ആകുമ്പം 4ാമത്തെ പവർ എന്ന് പറഞ്ഞാൽ 613 ഇൻറ്റു 10⁴ കിട്ടി. ഇനി ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതിയാൽ മതി. 613 എന്ന് പറഞ്ഞൊരു ഉത്തരം ഉണ്ടോ? ഇവയൊന്നുമല്ല എന്നും പറഞ്ഞൊരു ഉത്തരവും കിടപ്പുണ്ട്. അതുകൊണ്ട് നേരെ അതിലോട്ടങ്ങ് പോരുത്. ഇതില്ലെങ്കിൽ ഉടനെ അതിലോട്ടങ്ങ് പോരുത്. അത് ശ്രദ്ധിച്ചോണം. അതാണ് ഇതിനകത്തൊരു ട്രിക്ക്. അതാണ് അവർ വരുത്തിയ ട്രിക്ക്. അതാണ് ഇത് കിട്ടിയില്ലെങ്കിൽ ഉടനെ ഇവയൊന്നും ഇതിലോട്ട് പോരുത്. ഒന്ന് നോക്കിക്കോ. 613 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഒരു കാര്യം ഉറപ്പായി, ഓപ്ഷൻ എല്ലാം 10⁵ നിൽക്കുമെന്ന് മനസ്സിലായി. ഇവയൊന്നുമല്ല അവിടെ നിൽക്കട്ടെ. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കിയാൽ പോരെ. 10⁵ നിൽക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു 10⁵ ആക്കാം. 10⁵ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വീണ്ടും ഒരു 0 കൊടുത്താൽ പോരെ അല്ലേ. 613 എഴുതിയിട്ട് ഇവിടെ ഒരു 10⁵ മാറ്റിയിട്ട് 10⁵ ആക്കണമെങ്കിൽ വീണ്ടും ഒരു 0 കൊടുക്കണം. വീണ്ടും ഒരു 0 കൊടുക്കുമ്പം അത് 10⁵ മാറുമല്ലോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ചെയ്യണം. വെറുതെ ഒരു 0 കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു 0 കൊടുക്കണമെങ്കിൽ ആ 0ത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു പോയിന്റ് കൂടെ കൊടുക്കണം. ഒരു 0 അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മളൊരു പോയിന്റ് കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം ഇവിടെ മാറ്റി കൊടുക്കണം. ഇവിടെ ഒരു സ്ഥാനം മാറ്റിയെങ്കിലല്ലേ നമുക്ക് ഇവിടെ ഒരു 0 കൊടുക്കാൻ പറ്റൂ. ഒരു 0 കൂടെ കൊടുക്കണം, എങ്കിലേ 10⁵ കിട്ടും. സോ ആൻസർ = 61.3 ഇൻറ്റു 10⁵ ആയിരിക്കും അല്ലേ. ഇങ്ങനെ കിട്ടും. 61.3 ഇൻറ്റു 10⁵ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. 61.3 ഇൻറ്റു 10⁵ ആണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെങ്ങനെയാണ് ചെയ്തത്? നിങ്ങൾക്ക് ഇവിടം വരെ കിട്ടിയല്ലോ. 613 കിട്ടിയല്ലോ. കിട്ടി. പക്ഷെ ഓപ്ഷനിൽ നിൽക്കുന്ന 10⁵ അല്ല, 10⁵ ആണ്. 10⁵ എന്ന് പറഞ്ഞാൽ 10⁵ 10⁵ കിട്ടിയെങ്കിൽ ഒരു 0 കൂടെ വേണ്ടേ. എന്നിട്ട് നമുക്ക് 10⁵ ആകുമ്പോൾ ഒരു 0 കൂടെ വേണം. ഒരു 0 കൂടെ കൊടുത്തെന്ന് വിചാരിച്ചു, 10⁵ ആക്കി. പക്ഷെ ഒരു 0 ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു 0 അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ
അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 61.3 കിട്ടും. അങ്ങനെ ആകുമ്പോൾ 61.3 ഇൻറ്റു 10⁵5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതായിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ഇവിടെ കിട്ടിയോ? ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഗുണിച്ച് നോക്കാം. എത്ര? 61.3 ഇൻറ്റു 10⁵5 എന്ന് പറഞ്ഞാൽ 5 തവണ. 5 തവണ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 5 0. 1 2 3 4 5 0. ശരിയല്ലേ? ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആദ്യം പോയിന്റ് മാറ്റണം. ഒരു പോയിന്റ് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 0 വെട്ടിക്കളയും. ശരിയല്ലേ? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 0 വെട്ടിക്കളയുമ്പോൾ എത്ര കിട്ടും? 613 ഇൻറ്റു ബാക്കിയുള്ള 10,000 എന്ന് പറഞ്ഞാൽ 10⁴ അല്ലേ? അത് തന്നെയല്ലേ കിട്ടിയേ? 613 ഇൻറ്റു 10⁴. എന്ന് വെച്ചാൽ 613 ഇൻറ്റു 10⁴ നമുക്ക് എങ്ങനെയും വേണമെങ്കിൽ എഴുതായിരുന്നു 61.3 ഇൻറ്റു 10⁵5 എന്ന് എഴുതാം. അത് ചെയ്ത രീതി എങ്ങനെയാ? ഇവിടെ 4 മാറ്റി ഇവിടെ 5 കിട്ടാൻ വേണ്ടി നമ്മളൊരു 0 കൊടുത്തു. ആ 0ത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ടൊരു പോയിന്റ് കൂടെ കൊടുത്തു. സോ ആൻസർ ഇസ് ഈക്വൽ ടു 61.3 ഇൻറ്റു 10⁵5 ആണ്. ഒരു ട്രിക്കുള്ള ക്വസ്റ്റ്യൻ തന്നെ. ചിലപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഇവയൊന്നുമില്ലിട്ട് പോവും. അങ്ങനല്ല, ഈ ഒരു ഓപ്ഷൻ പറയാം. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 7, 7ാമത്തെ ചോദ്യം. ഇതൊരു പൈപ്പിൻ്റെയും ടാങ്കിൻ്റെയും ചോദ്യമാണ്. ഇതുപോലൊരു ചോദ്യം നമ്മൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തിരുന്നു. പക്ഷെ അത് പറഞ്ഞത് ഇങ്ങനെയല്ല, അത് മറ്റൊരു രീതിക്ക് ഞാനത് പറഞ്ഞ രീതിയിൽ നിന്ന് പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. AB എന്നീ 2 പൈപ്പുകൾ യഥാക്രമം, അതായത് Aയും B എന്നും പറഞ്ഞ 2 പൈപ്പുകളുണ്ട്. AB എന്നീ പൈപ്പുകൾ രണ്ട് പൈപ്പുകൾ യഥാക്രമം ഏതൊക്കെ മണിക്കൂറാണ്? 12 മണിക്കൂർ കൊണ്ടും പിന്നെ 15 മണിക്കൂർ കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കും. 12 മണിക്കൂർ കൊണ്ടും 15 മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുന്നില്ല ചോദിച്ചേ. രണ്ടെണ്ണവും കൂടെ ഒരുമിച്ചിട്ടാണെങ്കിൽ A 12 മണിക്കൂറും B 15 മണിക്കൂർ കൊണ്ടും തീർക്കും. അങ്ങനെയാണെങ്കിൽ 2 പേരോടെ ഒരുമിച്ചിട്ടാണെങ്കിൽ 2 പൈപ്പോടെ ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുന്നില്ലേ ചോദിച്ചേ. ഇത് ഞാൻ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ വർക്ക് ഓൺ ടൈമിൻ്റെ ക്വസ്റ്റിനകത്തെ, ഇതും വർക്ക് ഓൺ ടൈമും പൈപ്പ് ആൻഡ് സിസ്റ്റേണും ഒക്കെ ഒരേ ടോപ്പിക്കാണ്, ഒരു കണക്ഷനാണത്. ഈ കണക്കിന് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞെങ്ങനെയായിരുന്നു? A ഒരു ജോലി 12 ദിവസങ്ങൾ കൊണ്ടും B അതേ ജോലി 15 ദിവസങ്ങൾ കൊണ്ടും ചെയ്താൽ, രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ അത് കാണേണ്ട ഇക്വേഷനാണ് AB ഡിവൈഡഡ് ബൈ A+B എന്ന് പറഞ്ഞു. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ആ ക്ലാസ് കണ്ടവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ കിട്ടിക്കാണും. നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് വന്നാൽ മതിയായിരുന്നു. Aക്ക് 12 ദിവസം Bക്ക് 15 ദിവസം ഒരുമിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ AB ഡിവൈഡഡ് ബൈ A+B. അതുപോലെ തന്നെയാണ് A എന്ന് പറഞ്ഞ പൈപ്പ് തുറന്നാൽ 12 മണിക്കൂറും B എന്ന് പറഞ്ഞ പൈപ്പ് തുറഞ്ഞാൽ 15 മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയും. എന്നാൽ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നാൽ നിറയാനെടുക്കുന്ന സമയത്തിൻ്റെ ഇക്വേഷൻ ഇതങ്ങ് പഠിച്ചാൽ മതി. AB ഡിവൈഡഡ് ബൈ A+B. ഇനി വിലയും കൊടുത്താൽ മതി. 12 15 കൊടുക്കുമ്പം 12 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ താഴെ A+B നമുക്ക് കൂട്ടി പറയാം. കൂട്ടുമ്പോൾ 15 കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ 27 കിട്ടും. സോ 12 ഇൻറ്റു 15 ബൈ 27. ഇനി വെട്ടിക്രിയ ചെയ്യണം. വെട്ടിക്രിയ ചെയ്യുമ്പം 12നെ 27നെ നമുക്ക് 3 കൊണ്ട് വെട്ടാം. 12 3 4 തവണ, 27 3 ആണെങ്കിൽ 9 തവണ അല്ലേ. മുകളിൽ 15 താഴെ 9 ആകുമ്പോൾ അതിനെ 3 കൊണ്ട് വെട്ടാം. സോ 9-നകത്ത് 3 ആണെങ്കിൽ 3 തവണ, 15-നകത്ത് 3 ആണെങ്കിൽ 5 തവണ. ആൻസർ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 20 ഡിവൈഡഡ് ബൈ 3. ഈ യൂണിറ്റ് കൊടുക്കണം. ചോദ്യത്തിൻ്റെ യൂണിറ്റ് മണിക്കൂർ ആയതുകൊണ്ട് ആൻസർ 20/3 മണിക്കൂർ എന്ന് കിട്ടി. ഇനി അതൊന്ന് ഹരിച്ച് പറഞ്ഞാൽ മതി. 20/3 എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറയണം. 20നെ കൊണ്ട് 3 ഹരിച്ചാൽ 6 കിട്ടും. 6 ഇൻറ്റു 3 18, ബാലൻസ് 2 കിട്ടുമ്പം ഇങ്ങനെ എഴുതാൻ പറ്റും. ആൻസർ 6 അല്ലേ. ബാലൻസ് ഉള്ള ഈ താഴത്തെ നമ്പർ താഴെ തന്നെ പറയണം. അതിന് 3 താഴെയും റിമൈൻഡർ മേളിൽ പറയുമ്പം 6 3 2 മണിക്കൂർ എന്ന് കിട്ടി. ഇതാണ് ഉത്തരം. 6 3 2 മണിക്കൂർ. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനകത്ത് 6 തുടങ്ങുന്ന ഒറ്റ ഉത്തരവല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം 5 താഴെ 6 താഴെ അല്ലേ. ഇത് 6 3/2 മണിക്കൂർ 2 മണിക്കൂർ കിട്ടി. ഇത് 5 മണിക്കൂർ, ഇത് 4 മണിക്കൂർ ആകുമ്പോൾ ഇത് 3 തെറ്റാ. സോ ആൻസർ ഇസ് ഈക്വൽ ടു ഓപ്ഷൻ A ആയിരിക്കും ഉത്തരം. അതിപ്പോഴേ എഴുതാം. അങ്ങനെ എഴുതിക്കോ, ഉത്തരം അങ്ങനെ കിട്ടും. ഇത് ഉടനെ ആൻസർ എഴുതാമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ കിട്ടും. ഈ 6 എന്ന് പറഞ്ഞാൽ അത് 6 മണിക്കൂർ എന്ന് എഴുതണം. ബാക്കിയുള്ള 3/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ 3/2 എന്ന് പറയണം. ഇത് ബാക്കിയുള്ള 3/2 മണിക്കൂറല്ലേ എന്ന് വെച്ചാൽ അത് 1 മണിക്കൂറിൻ്റെ 3/2 എന്ന് വെച്ചാൽ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് 60 മിനിറ്റാണ്. സോ 60 മിനിറ്റിൻ്റെ 3/2 എത്ര എന്ന് നോക്കണം. ഇത് 1 മണിക്കൂറിൻ്റെ 3/2. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഒരു 60 മിനിറ്റിൻ്റെ 3/2 എന്ന് പറഞ്ഞാൽ 3 3 1 തവണ, 60 3 ആണെങ്കിൽ 20 തവണ. സോ 20 2 ഈക്വൽ ടു 40 മിനിറ്റ് എന്ന് കിട്ടും. 6 മണിക്കൂറും 40 മിനിറ്റും. അതല്ലേ ഉത്തരം കിട്ടി. എങ്ങനെ കിട്ടും? അതൊന്നും ചെയ്യണ്ട, അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇവിടെ 6 കിട്ടിയപ്പോഴും ഉറപ്പിക്കായിരുന്നു. ആൻസർ എന്ത് തന്നെയായിരിക്കും? 6 മണിക്കൂർ. അത്രയും മതി. എക്സാമിനകത്ത് അങ്ങനെ ചെയ്യാവൂ. പ്രൂവ് ചെയ്യാനൊക്കെ അല്ലേ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണ്ടേ. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ ഒന്നും വേണ്ട. 6 കിട്ടുമ്പോഴും ഉത്തരം പറയണം. ആൻസർ 6 മണിക്കൂറും 40 മിനിറ്റും. ക്ലിയർ?
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ 8ാമത്തെ ചോദ്യം അത് കൃത്യങ്കവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എക്സ് ഡിവൈഡഡ് ബൈ വൈ റൈസ് ടു 12 ഇൻറ്റു, ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, ഇൻറ്റു വൈ റൈസ് ടു 24 ഇൻറ്റു ഇസഡ് റൈസ് ടു 3 റൈസ് ടു 4. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഒന്നുകൂടെ പറയട്ടെ, റിവിഷൻ ക്ലാസ്സിൽ കൃത്യങ്കത്തിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തത്. അതിനകത്ത് ഈ പവർ റൂളും ഈ ഡിവിഷൻ റൂളും ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. എന്നാൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കണക്ക് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ക്ലാസ് കണ്ടവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അതിലേക്ക് വരാം. ഈ എക്സ് ഡിവൈഡഡ് ബൈ വൈ റൈസ് ടു 12 എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും റൈസ് ടു 12 കൊടുക്കണം. ഇതിൻ്റെ റൂള് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. റൂൾ ഇതാണ്: എ ബൈ ബി ദ ഹോൾ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ ബി റൈസ് ടു എം ആണ്. കാരണം എ ബൈ ബിക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ ആ പവർ എക്കും കൊടുക്കണം ബിക്കും കൊടുക്കണം എന്ന് പറയുന്ന പോലെ എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും പവർ കൊടുക്കുമ്പോൾ എക്സ് റൈസ് ടു 12 ഡിവൈഡഡ് ബൈ വൈ റൈസ് ടു 12 എന്ന് കിട്ടും അല്ലേ. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു കൊടുത്തങ്ങ് പോയാൽ മതി. ഇൻറ്റു ബാക്കിയുള്ള എത്ര വൈ റൈസ് ടു 24 ഇൻറ്റു ഇസഡ് റൈസ് ടു നമുക്കത് ഓപ്പൺ ചെയ്യാം. റൂൾ അറിയാമല്ലോ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ആണ്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. കണ്ടവർക്ക് അത് ഓർമ്മ കാണണം, ഇല്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചോ. ഇങ്ങനെയാണ് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞ റൂൾ എന്താ? എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ്. എന്ന് വെച്ചാൽ ഒരു സംഖ്യയ്ക്ക് ഒന്നിൽ കൂടുതൽ പവർ ഉണ്ടെങ്കിൽ ആ പവർ ഗുണിക്കണം, എം ഇൻറ്റു എൻ ആണ്. അത് പറയുന്ന പോലെ ഇസഡ് റൈസ് ടു എം ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ 3 × 4 = 12 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാ ഒരുപോലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ വൈയും ഇവിടെ വൈയും. അങ്ങനെയാണെങ്കിൽ അത് മാത്രം നമുക്ക് ചെയ്യാം. വൈ റൈസ് ടു 24 വൈ റൈസ് ടു 12 ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ എഴുതാം. ബാക്കിയുള്ള ഏതാ? എക്സ് റൈസ് ടു 12 ഉണ്ട്. വൈ നമുക്ക് ചെയ്യാം. വൈ ചെയ്യുമ്പോൾ എത്ര? മുകളിൽ വൈ റൈസ് ടു 24 താഴെ വൈ റൈസ് ടു 12 എന്ന് പറഞ്ഞാൽ റൂൾ ഏതായിരുന്നു? എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ = എ റൈസ് ടു എം മൈനസ് എൻ അല്ലേ. വൈ മാത്രം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പം വൈ റൈസ് ടു 24 ബൈ വൈ റൈസ് ടു 12 എന്ന് പറഞ്ഞാൽ വൈ റൈസ് ടു എം മൈനസ് എൻ അല്ലേ. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ = എ റൈസ് ടു എം മൈനസ് എൻ. പവർ കുറയ്ക്കണം. പവർ കുറയ്ക്കുമ്പോൾ വൈ റൈസ് ടു ഇവിടെ 24 12 ആകുമ്പോൾ 24 നിന്ന് 12 കുറയ്ക്കണം, എം മൈനസ് എൻ. അതുപോലെ 24 നിന്ന് 12 കുറച്ചാൽ 12 എന്ന് എഴുതണം. വൈ റൈസ് ടു 12 എന്ന് കിട്ടി. ഇൻറ്റു ബാക്കിയുള്ള എത്ര? ഇസഡ് റൈസ് ടു 12. ഇപ്പോഴേ ആൻസറായി. എക്സിനും വൈക്കും ഇസഡിനും എല്ലാത്തിൻ്റെയും പവർ 12 ആണെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് വൈ ഇസഡ് കോമൺ റൈസ് 12 കിട്ടാൽ പോരെ. എക്സിനും വൈക്കും ഇസഡിൻ്റെയും പവർ 12 ആണെങ്കിൽ കോമൺ ആയിട്ട് എക്സ് വൈ ഇസഡ് റൈസ് 12 എന്ന് ഇടാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? എക്സ് വൈ ഇസഡ് റൈസ് 12 ഉണ്ടല്ലോ. അതുകൊണ്ട് എക്സ് വൈ ഇസഡ് റൈസ് 12 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആൻസർ = ഓപ്ഷൻ സി ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഈ ഓപ്ഷൻ ആയിരിക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യം. രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. ഓക്കെ, അത് നമുക്ക് പറയാം. രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു, അത് നമുക്ക് മനസ്സിലായി. ഇനി എന്താ പറഞ്ഞത്? ആദ്യ ഗഡുവായിട്ട് രഘു എത്ര രൂപ അടച്ചു? 1000 രൂപ അടച്ചു. ഓക്കെ, അത് ശരി, അതും ക്ലിയർ ആണ്. ആദ്യ ഗഡുവായിട്ട് രഘു 1000 രൂപ അടച്ച്. ശരി. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിക്കും. ഓക്കെ, ഓരോ മാസവും 150 രൂപ വീതം വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ ആദ്യ മാസം 1000 അടച്ച രണ്ടാമത്തെ മാസം അതിൻ്റെ കൂട്ടത്തിൽ എത്ര രൂപയുടെ വർദ്ധിപ്പിക്കണം? 150 രൂപയുടെ വർദ്ധിപ്പിക്കണം. എന്ന് വെച്ചാൽ രണ്ടാമത്തെ മാസം 1000-ൻ്റെ കൂടെ 150 കൂട്ടിക്കഴിഞ്ഞാൽ 1150 ആയിരിക്കും അല്ലേ. വീണ്ടും അടുത്ത മാസവും ഇതുപോലെ ഓരോ മാസവും 150 രൂപ വർദ്ധിപ്പിക്കുമല്ലേ. അടുത്ത മാസവും 150 വർദ്ധിപ്പിക്കുമ്പം അടുത്ത മാസം രഘു 1300 രൂപ അടയ്ക്കും. അടുത്ത മാസം വീണ്ടും 150 രൂപ വർദ്ധിപ്പിച്ച 1450 രൂപ അടയ്ക്കും. അങ്ങനെ അടച്ചടച്ച് പോകും. അങ്ങനെ അടച്ചടച്ച് പോയി ഓരോ മാസവും ഗഡു 150 രൂപ വർദ്ധിപ്പിക്കുന്നത് പറഞ്ഞല്ലോ. വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുകയല്ലേ ചോദിച്ചേ. കാരണം 30ാമത്തെ ഗഡു ചോദിച്ചേ. 30ാമത്തെ ഗഡു ചോദിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാവും, ഇത് സമാന്തര ശ്രേണിയാണെന്ന് മനസ്സിലായി. ഇതിനകത്ത് ആദ്യത്തെ ഗഡു എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ് 1000 എന്ന് മനസ്സിലായി. പിന്നെ ഓരോ മാസവും 150 രൂപ കൂടുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊതു വ്യത്യാസമാണ്, കോമൺ ഡിഫറൻസ് ആണ് 150 എന്ന് മനസ്സിലാവും. ഓരോ മാസം കഴിയുന്നതോറും 150 രൂപ വെച്ച് കൂടിപ്പോകും. അങ്ങനെയാണെങ്കിൽ 30ാമത്തെ ഗഡു എന്ന് പറഞ്ഞാൽ ആ കണ്ടുപിടിക്കേണ്ടത് 30ാം പദമാണ്. T30 ചോദ്യം. 30ാമത്തെ ഗഡു എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് 30ാം പദമാണ്. ഇത് നമ്മുടെ സമാന്തര ശ്രേണി പറഞ്ഞതാണ്. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും ഇത് പറഞ്ഞതാണ്. 30ാം പദം കാണുന്നതിൻ്റെ മാർഗ്ഗം പല മാർഗ്ഗത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇക്വേഷൻ പറഞ്ഞു, വേണമെങ്കിൽ a+n-1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, വേണമെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ വെച്ചല്ല പറഞ്ഞ്, എന്നാൽ അതുപോലെ ഞാൻ പറയുകയാണ്. 30ാം പദം വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു പദം പറയണം. സോ നിങ്ങൾക്ക് ഇവിടെ ആദ്യ പദം അറിയാം, 1ാം പദം അറിയാം. എന്നിട്ട് ഇങ്ങനെ പറയണം, T1 അറിയാം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയും, 30ാമത്തെ ഗഡു എന്ന് പറഞ്ഞാൽ 30ാം പദം വേണമെങ്കിൽ 30 വേണമെങ്കിൽ നിങ്ങൾക്ക് 1ാം പദം അറിയാം, T1 അറിയാം, 1ാം പദം അറിയാം.
ഒന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 30 കിട്ടും, ഇതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 30 കിട്ടും, ഒന്നിൻ്റെ കൂടെ 29 കൂട്ടും, 29 എന്ത് കൂട്ടണം, ഡിഫറൻസ് കൂട്ടണം. ഇതാർത്ഥം ഒന്നാം പദത്തിൻ്റെ കൂടെ 29 ഡിഫറൻസ് കൂട്ടി എത്രാം പദം കിട്ടും, 30-ാം പദം കിട്ടും. നമ്മൾ എങ്ങനെയാ പഠിച്ചേ, 30 വേണമെങ്കിൽ അറിയാവുന്നത്, വേണ്ടത് 30 ആകുമ്പോൾ 30 എഴുതുക, T30 = അറിയാവുന്നത് പറയുക, T1 എഴുതാം. സോ T1 പ്ലസ് കൊടുത്തിട്ട് എത്ര വേണം, 30 വേണം. എത്ര ഉണ്ട്, ഒന്നുണ്ട്. ഒന്നുണ്ടെങ്കിൽ 30 കിട്ടാൻ എത്ര കൂട്ടണം, 29 കൂട്ടണം. ഒന്നുണ്ടെങ്കിൽ 30 കിട്ടാൻ എത്ര കൂട്ടണം, 29 കൂട്ടണം. സോ പ്ലസ് 29 എന്ന് കിട്ടും. ഇനി വില കൊടുത്താൽ മതി. = 30-ാം പദം = T1. T1ൻ്റെ വില എത്ര, 1000. 1000 പ്ലസ് 29D എന്ന് പറഞ്ഞാൽ 29 ഇൻറ്റു D. ഡിയുടെ വില എന്ന് പറഞ്ഞാൽ 150. ശരിയല്ലേ? ആദ്യം കൂട്ടാനും ഗുണിക്കാനും വന്ന ആദ്യം ചെയ്യേണ്ടത് ഗുണിക്കണം. ആദ്യം ബോട്ട് പാസിനകത്ത് മൾട്ടിപ്ലിക്കേഷന്. സോ ആദ്യം 29 കൊണ്ട് 150 ഗുണിക്കണം. അതിന് നമുക്ക് 29 കൊണ്ട് എത്ര ഗുണിക്കാം, 15 ഗുണിക്കാം. 29 കൊണ്ട് 15 ഗുണിച്ചിട്ട് 150 0 കൊടുത്താൽ പോരെ. എന്നാൽ ഗുണിച്ച് നോക്കാം. 5 കൊണ്ട് 9 ഗുണിക്കുമ്പോൾ 9 × 5 45 × 5. ബാക്കി എത്ര, 4. ഇവിടെ 5 × 2 എന്ന് പറഞ്ഞാൽ 10. 10ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14, 145. ഇനി 1 കൊണ്ട് ഇതിനെ ഗുണിക്കണം. 1 കൊണ്ട് 9 ഗുണിക്കുമ്പോൾ 9, 1 കൊണ്ട് 2 ഗുണിക്കുമ്പോൾ 2. എത്ര കിട്ടി, 5. 9 × 4 13ൻ്റെ 3, ബാലൻസ് 1. 2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 3, 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4. എത്ര കിട്ടി, 435 കിട്ടി. 0 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 4350 കിട്ടി. സോ ഇവിടെ ഒരു 1000 ഉണ്ടായിരുന്നു. പ്ലസ് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി, 435. ഈ 0 കൂടെ കൊടുക്കുമ്പോൾ 4350 കിട്ടി. പിന്നെ 4350 1000 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 5350 ആയിരിക്കും 30-ാം പദം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഉണ്ടല്ലോ. 5350 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ഈ കണക്കിൻ്റെ ഉത്തരം. അങ്ങനെ ഒരു ചോദ്യമാണ് ഇത്. ശ്രദ്ധിക്കണം, സമാന്തര ശ്രേണിക്കകത്ത് നമ്മളിങ്ങനെ ടേമിൻ്റെ കണക്ക് പറഞ്ഞതാ. 30-ാം പദം കാണുന്നത് എങ്ങനെ, ഒന്നാം പദത്തിൻ്റെ കൂടെ 29 വ്യത്യാസം കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 30-ാം പദം കിട്ടാൻ വേണ്ടി ഇവിടെ T2 ആണ് എഴുതുന്നതെങ്കിൽ T2 എഴുതി ചെയ്യാം. T2 എന്ന് പറഞ്ഞാൽ 1150 അല്ലേ. T2 ആണ് എഴുതുന്നതെങ്കിൽ 2ൽ നിന്ന് 30 കിട്ടാൻ വേണ്ടി എത്ര കൂട്ടും, 28 കൂട്ടിയാൽ മതി. അങ്ങനെ എഴുതും. 3-ാം പദമാണ് എഴുതുന്നതെങ്കിൽ T3 ആണ് എഴുതുന്നതെങ്കിൽ 3ൽ നിന്ന് 30 കിട്ടാൻ വേണ്ടി എത്ര കൂട്ടും, 27 കൂട്ടും. അങ്ങനെ എഴുതും. അതാകുമ്പം ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമായിരുന്നു. അല്ലെങ്കിൽ ഇക്വേഷൻ കൊടുത്തും ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു, ഒരു ക്ലോക്കിൻ്റെ ചോദ്യമായിരുന്നു. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അതേ ചോദ്യം, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞു, അതുപോലെ തന്നെ ചോദിച്ചു, മാറ്റമൊന്നുമില്ലാതെ. ക്ലോക്ക് പറഞ്ഞപ്പോൾ ക്ലോക്കിൽ നിന്ന് പഠിക്കേണ്ട ഒരു 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്തൊന്നാണ് ചോദിച്ചത്. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലായിരിക്കും എന്നാണ് ചോദിച്ചത്. ലംബമാണ് ചോദിച്ചത്. ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ, 90 ഡിഗ്രി ആയിട്ട്. ക്ലോക്കിലെ സൂചികളെന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി, മണിക്കൂർ സൂചിയൊക്കെ എത്ര തവണ ലംബമായിട്ട് വരുമെന്നാണ് ചോദിച്ചത്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഞാനതിനകത്ത് 4 കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് വീണ്ടും ഒന്നുകൂടെ പറയാം. റിവിഷൻ ക്ലാസ്സിൽ ക്ലോക്കിനകത്ത് നിങ്ങൾ പഠിച്ചു വെക്കണമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ്, ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ 22 എന്ന് പറഞ്ഞു. ഒരുമിച്ചല്ലെങ്കിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ 22 എന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ എതിർ ദിക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ 22 എന്ന് പറഞ്ഞു. ഒരുമിച്ചാണെങ്കിൽ 22, ഓപ്പോസിറ്റ് ആണെങ്കിൽ 22. പിന്നെ ഞാൻ പറഞ്ഞു നേർരേഖയാണെങ്കിൽ 44 എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ലംബമാണെങ്കിലും 44 എന്ന് പറഞ്ഞു. ക്ലാസ് കണ്ടവർക്ക് അത് ഓർമ്മ കാണും. പറഞ്ഞിരുന്നു നേർരേഖയാണെങ്കിൽ 44, ലംബമാണെങ്കിൽ 44 എന്ന് പറഞ്ഞു. അതാണ് അവർ ചോദിച്ചത്, ലംബമാണ് ചോദിച്ചത്. സോ ആൻസർ = ലംബമാണെങ്കിൽ 44 ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 44 ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ? അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ലംബമാണെങ്കിൽ 44 ആയിരിക്കും. ഓക്കെ ആണോ? ഇന്നത്തെ ഈ എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ റീസെൻ്റ് എക്സാമുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, തൊട്ട് മുമ്പ് നടത്തിയ PSC എക്സാമുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, തൊട്ട് മുമ്പ് നടത്തിയ PSC എക്സാം എന്ന് പറഞ്ഞാൽ CPOയുടെ എക്സാം, WCPOയുടെ എക്സാം, ഫയർമാൻ്റെ എക്സാം, ഫയർമാൻ്റെ ഡ്രൈവറിൻ്റെ എക്സാം, അങ്ങനെ ഈ റീസെൻ്റായിട്ട് PSC ഒരുപാട് എക്സാം നടത്തിയിരുന്നു. നിങ്ങൾ പല എക്സാം എഴുതി കാണുമായിരിക്കും, എഴുതാത്തവരും ഉണ്ടാകാം. അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മാത്സിന് ഒരിത്തിരിയുടെ നല്ല ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചൊരു എക്സാമായിട്ട് ഇതെടുക്കാം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഇതാണ്, മറ്റുള്ള എക്സാമിനകത്ത് കണക്ക് ഒരിത്തിരിയുടെ സിമ്പിളായിരുന്നു. പക്ഷേ ഈ എക്സാമിനകത്ത് കണക്ക് അത്ര എളുപ്പമല്ലായിരുന്നു.
കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റൂ. പെട്ടെന്നൊന്നും പോയി ചെയ്യാൻ പറ്റത്തില്ല. കാര്യങ്ങളൊക്കെ അറിയണം, അറിഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒന്നുകൂടെ പഠിച്ച് പല ചോദ്യങ്ങളും ഒന്നുകൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് മുടങ്ങാതെ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക എന്നുകൂടി പറയട്ടെ. ഇനി ഈ എക്സാമിനകത്ത് മാത്സിൽ നിന്നും എത്ര മാർക്ക് മേടിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ നൽകുന്നൊരു മാർക്ക് ഒരു 7 മാർക്ക് ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർക്കിനകത്ത് ഒരു മാർക്കാണ്. നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല മാർക്കാണ്. ഒരു 6 to 7 6 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മേടിക്കാം. ഒരു 7 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല മാർക്കാണ്. 7ന് മേളിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഷുവറായിട്ടും നമുക്ക് 7 മാർക്ക് കിട്ടിയിരിക്കണം, അത് ഉറപ്പിക്കണം. കണക്കിൽ നിന്നും ഒരു 7 മാർക്കെങ്കിലും നമുക്ക് ഉറപ്പിച്ചതിനകത്ത് നിന്ന് കിട്ടിയിരിക്കണം. ക്ലിയർ? ഒരു കാര്യം കൂടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്യാം. ഈ സ്ഥിരമായിട്ട് ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോഴും നമുക്ക് മനസ്സിലായി, പല ക്ലാസ്സുകളിലും ഞാൻ പറയുന്ന കാര്യമാണ്. സ്ഥിരമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, സ്ഥിരമായിട്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെയും അതിനു മുമ്പുള്ള വർഷങ്ങളിലേക്ക് ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നത് കൊണ്ട്, ഇന്ന് നമ്മൾ പറഞ്ഞില്ല ലോട്ടസിൻ്റെയും റോസിൻ്റെയും ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ ഒരു ചോദ്യമാണ്. അങ്ങനെ ആവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വർക്കൗട്ട് സെഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 7 മണിക്ക് ഇനി മുതൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വർക്കൗട്ട് സെഷൻ കാണും. എന്നിട്ട് നിങ്ങളത് മുടങ്ങാതെ കാണാൻ ശ്രമിക്കണം. തൊട്ട് മുമ്പ് കടന്ന വർഷങ്ങളിലെ 2024ലെയും 2023ലെയും 2022ലെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ സെഷനകത്ത് വർക്കൗട്ട് ചെയ്യും. അതുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതാകുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് കണക്കിനകത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു.